ദിയ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ ഇവിടെ അല്ലാതെ വേറെ എവിടെ പോകാനാ മനുഷ്യ? അത് ശരിയാണ്. അല്ല, അമ്മമാരൊക്കെ എവിടെ പോയി? ഇവിടെ ആരെയും കാണുന്നില്ല. അവര് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോയിരിക്കുക. എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞിട്ടാ പോയത്. ആണോ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ ഇവിടെ ആരും ഇല്ല അല്ലേ? അപ്പൊ എങ്ങനാ? എന്തെങ്ങനെ? ദേ ജീവേട്ടാ, മര്യാദക്കിരുന്നോ. ഇവിടാണ് ദേവി അഞ്ചും ഒക്കെ ഉള്ളതാ. ഓ, അവരല്ലേ ഉള്ളത്. അത് സാരമില്ല. എന്റെ പൂച്ചക്കുട്ടി ഇങ്ങോട്ട് വാ, ചേട്ടനൊന്ന് നിന്നെ സ്നേഹിക്കട്ടെ. അയ്യടാ, നിങ്ങളുടെ ചാട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തിനാ ഉള്ള പുറപ്പാടാണെന്ന്. അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാ മതി. ഞാൻ പോവാ. ദിയ പോലെ പോയി. എന്തായാലും പുറകെ പോയി നോക്കാം. കിട്ടിയാലൊരു കിസ്, അല്ലെങ്കിൽ മിണ്ടാതെ പോരാ. തങ്ക ഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കള ചെന്നയും പിന്നെ മുടക്കും ഞാൻ. മുടക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നടന്നാ മതിയായിരുന്നു. ഇത് ദേവയല്ലേ? ഇവനെന്താ അഞ്ജലിയുടെ മുറി കിടന്ന് ഒളിഞ്ഞു ചരിഞ്ഞൊക്കെ നോക്കുന്നേ? എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. കാണാൻ പറ്റുന്നില്ലല്ലോ. ഈ പെണ്ണിനെ കാണാതായപ്പോൾ ഒരു മനസമാധാനം കിട്ടുന്നില്ലല്ലോ. ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. നോക്കിക്കഴിഞ്ഞോ അളിയാ? ഇല്ലടാ, ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. ചേടാ ജീവ, അത് പിന്നെ ഒരു പാറ്റ പോയതാളിയാ. ഈയിടെയായിട്ട് പാറ്റയും പല്ലിയും ഒക്കെ അഞ്ജലിയുടെ മുറിയുടെ ഫ്രണ്ടിൽ കൂടെ തന്നെയാ പോകുന്നത്. ശരിക്കും പാറ്റയാണ് അളിയ. എന്നെ ആരും വിളിക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ എന്നാ അങ്ങോട്ട് പോക്കോട്ടെ. പൂച്ച കണ്ണടച്ച് പാല് കുടിച്ച ചുറ്റുമുള്ളവരൊന്നും കാണില്ലെന്നാ പൂച്ചയുടെ വിചാരം. പൊക്കോ പൊക്കോ, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. ആകെ നാണക്കേടായി. ജീവ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? അങ്ങോട്ട് പോകണ്ടായിരുന്നു. എന്റെ ദിയ കൊച്ച് ഇവിടെ എന്തെടുക്കുവാ? ഞാനിവിടെ തുണി അലക്കുവാ. കണ്ടിട്ട് എന്താന്ന് മനസ്സിലായില്ലേ? ഓ എടി, ഇനിയെങ്കിലും ഈ തർക്കത്തിലൊന്ന് ഒന്ന് നേർത്ത്. ഞാൻ നിന്റെ കെട്ടിയോനാടി. തൽക്കാലം താനിപ്പെന്നെ കെട്ടിയില്ലല്ലോ. കെട്ടിയതിന് ശേഷം ഞാൻ ആലോചിക്കാം ബഹുമാനം തരണോ വേണ്ടയോ എന്നൊക്കെ. ഓ, അതൊക്കെ പോട്ടെ. നീ ഇങ്ങോട്ട് വാ. ജീവനൊരു ഉമ്മതാ. എത്ര നാളെ എനിക്കൊരു ഉമ്മ തന്നിട്ട്. വാ. മോളെ ദിയ, എവിടാ നീ? അയ്യോ, അമ്മ വന്നു. അങ്ങോട്ട്. ഓ, ഈ അമ്മയ്ക്ക് വരാൻ കണ്ട നേരം. മോള് മുകളിലുണ്ടായിരുന്നോ? ഓഹോ, നീയും മുകളിലായിരുന്നോ ജീവ? ആമേ, ഞാൻ ദേവയുടെ കൂടെ ആയിരുന്നു. എല്ലാം മനസ്സിലാവുന്നുണ്ട്. രണ്ടിനെയും കേട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാ. ആമേ. മോളെ, അഞ്ജുവും ദേവയൊക്കെ എവിടെ? അവരെ കാണാനില്ലല്ലോ. അഞ്ജലി പ്രോജക്റ്റ് ചെയ്യുമോ അമ്മ? പിന്നെ ദേവ കിടക്കുവാണെന്ന് തോന്നുന്നു. ആണോ? ജാനകി, ഞാൻ നല്ല ടയേർഡായി. ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വരാൻ കേട്ടോ. ശരി, ഞാനും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നന്ദേട്ടാ, ശ്രീ ഫുഡ് കഴിക്കാൻ വാ. ദേവകി, പിള്ളേരെയൊക്കെ വിളിക്ക് കഴിക്കാനായിട്ട്. ആടി, ഞാൻ അവരെ പോയി വിളിച്ചിട്ട് വരാം. നന്ദേട്ടാ, എന്തേ കുറച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ചപ്പാത്തി കൂടെ വെക്കട്ടെ? ഏയ് വേണ്ടടോ, ഇപ്പൊ തന്നെ വയർ ഫുള്ളാകാറായി. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, മതി എനിക്ക്. ചേടാ, ഇന്നിത് എന്ത് പറ്റി നിങ്ങൾക്ക്? ചപ്പാത്തി ഒരുപാട് ഇഷ്ടമാണല്ലോ, നന്നായിട്ട് കഴിക്കുന്നതാണല്ലോ. ഇന്ന് 2 ചപ്പാത്തി മാത്രമേ കഴിച്ചുള്ളൂ. എന്നാ പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ലടോ. എനിക്ക് ശരിക്കും മതിയായിട്ടാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. നന്ദേട്ടാ, എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട. എന്താ പറ്റിയേ? ഓഫീസിൽ പോയിട്ട് വന്ന സമയം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ഒരു വല്ലായ്മ. എന്താ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ ഒന്നുമില്ലടോ, തനിക്ക് തോന്നുന്നതാ ഇതൊക്കെ. എന്താ അച്ഛാ, കാര്യം പറയേ. ഈവനിങ് മുതൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രീയച്ചനും ഒരുമാതിരി മൂഡ് ഓഫ് ആയിട്ടാണ് നടക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറ്റിയേ? ഇത് തന്നെയാടാ ഞാനും ഇദ്ദേഹം വന്ന സമയം മുതൽ ചോദിക്കുന്നത്, എന്താ പറ്റിയതെന്ന്.
എന്തെങ്കിലും വാ തുറന്ന് പറഞ്ഞാലല്ലേ അറിയാൻ കഴിയൂ. ഇനിയിപ്പോ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല നന്ദ. എനിക്കും ദേവയ്ക്കും ഉടൻ തന്നെ തിരിച്ചു പോകണം. ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. അതത്ര നിസ്സാരമുള്ള കാര്യമല്ല. സോ അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. ഇതെങ്ങനെ ഞങ്ങൾ നിങ്ങളോട് പറയും എന്നോർത്ത് വിഷമത്തിലായിരുന്നു. നിങ്ങൾ ഇത്ര നിർബന്ധിച്ച സ്ഥിതിക്ക് പറയാതിരിക്കാനും കഴിയില്ലല്ലോ. എന്ത്, ഉടനെ പോകണമെന്നോ? പക്ഷേ എനിക്ക് മെയിലൊന്നും പുതിയ പ്രോജക്റ്റിന്റെ മെസ്സേജസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ ശ്രീ. എടോ, തനിക്ക് അവർ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. തിരക്കിനിടയിൽ താനത് ശ്രദ്ധിക്കാതെ പോയതാണ്. ഇതുകൊണ്ടായിരുന്നോ രണ്ടിന്റെ മുഖം വല്ലാതായത്? ഇത് ഞങ്ങളോടൊപ്പം പറയുന്നതിൽ എന്താ? ഇത് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയല്ലേ ഉള്ളൂ. ഇത് ഒരു കാരണം. മറ്റൊരു കാരണം ഞാൻ ഇനി പറയാൻ പോകുന്നതാ. ദേവാ, ജീവ, നിങ്ങളുടെ സ്റ്റഡീസ് ഫുള്ളും കംപ്ലീറ്റ് ആയല്ലോ അല്ലേ? ആ അച്ഛാ, ഞങ്ങളുടെ എക്സാംസും സ്റ്റഡീസും എല്ലാം ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്താ അച്ഛാ? ആ, ഓക്കെ. ഒരു 10 ഡേയ്സിനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പാക്ക് ചെയ്ത് വെച്ചേക്കണം. നിങ്ങൾക്കൊരു ലോങ് ജേർണി ഉണ്ട്. എവിടെ പോകാനാച്ചാ? ഓ, ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് വെക്കേഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്തു അല്ലേ? ആ, നിങ്ങൾക്കൊരു സർപ്രൈസ് തന്നെയാ. വെക്കേഷൻ ട്രിപ്പാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കാണിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാ നിങ്ങളെ ഇപ്പോൾ പറഞ്ഞയക്കുന്നത്. എന്ത്? കമ്പനിയിൽ ജോയിൻ ചെയ്യാനോ? യെസ് ദേവ. വൈ ആർ യു ഷോക്ക്ഡ്? ഒന്നുമില്ല ചാ. ബട്ട് ഇത്ര പെട്ടെന്ന് 2 months കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതിയെന്നല്ലേ അന്ന് പറഞ്ഞിരുന്നത്? യെസ്, ബട്ട് ഇപ്പോൾ കമ്പനി കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ നിങ്ങളൊക്കെ ബിസിനസ് നോക്കാറായല്ലോ. സ്വന്തമായി അധ്വാനിക്കാനും പഠിക്കണ്ടേ? നന്ദേട്ടൻ ഈ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ കാര്യങ്ങള്? അധികം വൈകിക്കാനൊന്നും നിൽക്കണ്ട. 10 days എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പറ്റിയ 5 daysനുള്ളിൽ തന്നെ പോകാൻ ശ്രമിക്കണം നിങ്ങൾ. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ 10 days കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ദെൻ ഓക്കെ. ജാനു, ഞാനും ശ്രീയേട്ടനും കൂടെ നാളെ വൈകിട്ടുള്ള ഫ്ലൈറ്റിൽ പോകും. എന്ത്, നാളെ തന്നെ തിരിച്ചു പോകുന്നോ? 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം. നിങ്ങൾ വന്നിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ലല്ലോ. എന്ത് ചെയ്യാനാടി, ഞാനും ശ്രീയേട്ടനും കമ്പനി വേണം. അത്യാവശ്യമായി പോയതുകൊണ്ടല്ലേ, അല്ലാതെ ഇഷ്ടമായിട്ടൊന്നും അല്ല പോകുന്നത്. ശരി മമ്മി, പപ്പ, അപ്പം നിങ്ങൾ പോകാൻ തീരുമാനിച്ചോ? 2 ദിവസം കഴിഞ്ഞിട്ട് പോയ പോരെ? 2 ദിവസം കഴിഞ്ഞ് പോകണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അത്യാവശ്യമായി പോയി മോളെ. പോയേ പറ്റൂ. മോൾക്ക് അറിയാവുന്നതല്ലേ അവിടുത്തെ തിരക്കൊക്കെ. മമ്മി, പപ്പ പൊക്കോട്ടെ. മമ്മിയെങ്കിലും ഇവിടെ നിൽക്ക് പ്ലീസ്. കൊള്ളാം, ഞാൻ പോകാതെ നിന്റെ പപ്പയ്ക്ക് മാത്രം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ? ശരി, ബൈ, ഗുഡ് നൈറ്റ്. ഞാൻ റൂമിലോട്ട് പോവാം. പാവം, അവൾ ഒരുപാട് ആഗ്രഹിച്ചു നമ്മളിവിടെ കുറച്ച് ദിവസം ഉണ്ടാവുമെന്ന്. എന്തു ചെയ്യാൻ കഴിയും? നമുക്ക് പോയല്ലേ പറ്റൂ. ആ, നീ പോകാനുള്ള പെട്ടിയൊക്കെ പാക്ക് ചെയ്തല്ലോ അല്ലേ? ആ ശരിയേട്ടാ, ഞാനെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. എന്താടോ ജാനു, തൻ്റെ മുഖത്തൊരു വാട്ടം? എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല നന്ദേട്ടാ. അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞാൻ അത്ര പൊട്ടനൊന്നും അല്ല ജാനു. ഒന്നുമില്ലേലും ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് 10-20 കൊല്ലം ആയില്ലേ. അതുകൊണ്ട് താൻ കാര്യം പറയാൻ നോക്കൂ. അത് പിന്നെ നന്ദേട്ടാ, ശ്രീയേട്ടനും ദേവും പെട്ടെന്ന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ അറിയില്ല, വല്ലാത്തൊരു വിഷമം. എനിക്ക് തോന്നി ഇത് തന്നെയാവും കാരണമെന്ന്. ജാനു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് അത് തന്നോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ബിസിനസ്സിൽ എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ അതൊരിക്കലും നികത്താൻ കഴിയാത്ത അത്രയും ഒരു ലോ ലെവലിലായി പോകും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട ഓരോ കമ്പനികളും അതിൻ്റെതായ ഉന്നതിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാൻ ഇടപെടാനൊന്നും കഴിയില്ല. താൻ വിഷമിക്കേണ്ട. കുറച്ച് നാൾ കഴിയുമ്പോൾ അവരിങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. താൻ കിടക്കാൻ നോക്ക്. ശരി, ഗുഡ് നൈറ്റ് നന്ദേട്ടാ. ആടോ, ഗുഡ് നൈറ്റ്. നന്ദ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ
ഫ്ലൈറ്റിന് ടൈമായി. അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോകുക. ആ ശ്രീ. ജാനുവടുത്തി, എൻ്റെ മോളെ ഞാൻ ഏട്ടത്തി ഏൽപ്പിച്ചിട്ട് പോകുക. ഇത്തിരി വാശിയൊക്കെ ഉള്ള കൂട്ടത്തിലവള്. എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാൽ ഏട്ടത്തി അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊന്നും ഞാൻ പ്രത്യേകം പറയണമെന്നൊന്നും ഇല്ല എന്ന് എനിക്കറിയാം. എന്നാലും കരയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ നോക്കിക്കോളാം മോളെ. നിങ്ങൾ രണ്ടുപേരും സമാധാനത്തോടെ പോയിട്ട് വാ. മകളെ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോകുക. അവിടെ എത്തിയതിനു ശേഷം വിളിക്കാം. മമ്മിയും പപ്പയൊക്കെ പോയപ്പോ എന്തോ ഒരു ശൂന്യത പോലെ അല്ലേ ദേവാ? അത് ശരിയാ. അല്ലേ ഈ സമയമൊക്കെ എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് എന്ത് രസമായിരുന്നു. ബിസിനസിന്റെ ആവശ്യം കഴിഞ്ഞാ ഉടനെ തന്നെ തിരിച്ചു വരുമെന്നാ ദേവമ്മ എന്നോട് പറഞ്ഞേ. ആഹാ, എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങളിങ്ങനെ ചുമ്മാ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ആണോ? പിന്നെ ജീവാദേവ, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നാളെയോ മറ്റന്നാളോ ഒക്കെ പോയി വാങ്ങിച്ചേക്കണം. ഇനി അധികം ദിവസമില്ല. നിങ്ങൾക്ക് കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യം മറന്നു പോണ്ട. ആ അച്ഛാ. ഡോ അഞ്ജലി, താൻ ഇവിടെ എന്തെടുക്കുക? ഞാനിവിടെ ചുമ്മാ ഇരിക്കുമായിരുന്നു. എന്താ ദേവേട്ടാ? ഡോ താൻ കരയുവാണോ? ഇല്ല, ദേവേട്ടന് തോന്നിയതാവാം. ഡോ താനത് എൻ്റെ മുഖത്ത് നോക്കിയൊന്ന് പറഞ്ഞേ. അത് പിന്നെ ദേവേട്ട. ഡോ അഞ്ജു, താൻ കരയാതെ. താൻ എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്താ പറ്റി? അത് അമ്മയച്ഛനും ഇന്ന് പോയി. ഇനിയിപ്പോ നിങ്ങളും അടുത്ത ആഴ്ച പോവാൻ നിൽക്കുമല്ലേ? എന്തോ എനിക്കിത് പറ്റുന്നില്ല ദേവേട്ട. സങ്കടം സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഡോ താനിങ്ങനെ കരയല്ലേ. ഞങ്ങൾ പോയാലും താൻ എന്നും വിളിക്കുമല്ലോ. ദേവേട്ടൻ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലടോ, അറിഞ്ഞോ അറിയാതെയോ ഞാൻ തന്നോട് ഒരുപാട് അടുത്തു കഴിഞ്ഞു. താനില്ലാത്തൊരു നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റില്ല. പക്ഷെ പോയേ പറ്റൂ. ശരിക്കും? അല്ല, അതെന്തുകൊണ്ടാ ദേവേട്ടൻ എൻ്റെ പ്രസൻസ് ഇത്രയും ആഗ്രഹിക്കുന്നേ? അത് പിന്നെ അതെന്തെന്ന് പറയാനുള്ള ടൈം ആയിട്ടില്ല. വൈകാതെ തന്നെ ഞാനത് തന്നോട് പറയും. മക്കളെ, എല്ലാവരും ഫുഡ് കഴിക്കാൻ വാ താഴേക്ക്. ഡോ താ മുഖമൊക്കെ ഒന്ന് കഴുകി തുടച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് താഴേക്ക് ചെല്ല്. പോകാം. അല്ല, ദേവേട്ടൻ വരുന്നില്ലേ കഴിക്കാൻ? ഞാൻ വന്നേക്കാം, താൻ പൊക്കോ. ശരി. മിസ്റ്റർ ദേവ, അവിടെ നിന്ന് നിന്നേ. എന്താടാ? ഇപ്പോ ഇവിടെ നടന്ന നാടകം തുടങ്ങിയിട്ട് എത്ര കാലമായി മോനെ? എന്ത് നാടകം? ഓഹോ, ഇനി ഒന്നും അറിയാത്ത പൊട്ടനെ പോലെ അഭിനയിക്കലടാ കള്ളപ്പന്നി. അവള് കരയുന്നു, അത് കണ്ട് ഒരുത്തൻ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു, അവനെ തിരിച്ച് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. 1/2 മണിക്കൂറോളം അവൾ അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് കിടന്ന് കരഞ്ഞുകൊണ്ട് വർത്താനം പറയുന്നു. അവസാനം എന്തൊക്കെയോ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ എന്തൊക്കെ ഇവിടെ നടന്നേ? എന്തൊക്കെ ഇവിടെ നടക്കണേ? എന്താടാ പറ. ഇന്നെനിക്ക് എല്ലാ സത്യം അറിയണം. നീ ഇതെന്തൊക്കെയാടാ ഈ പറയണേ? അല്ല, എന്ത് സത്യം അറിയണമെന്നാ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? ദേ ഉരുണ്ട് കളിക്കേണ്ട ദേവ, സത്യം പറ. നിനക്ക് അഞ്ജുവിനും നിന്നെ ഇഷ്ടമല്ലേ? സത്യം പറഞ്ഞോ ഇപ്പൊ? ഒന്ന് പോടാ, വല്ല ഭ്രാന്തും പറയാതെ. ഭ്രാന്തല്ല മോനെ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അഞ്ജലി എന്ന് പറയുമ്പോൾ നീ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി, മര്യാദയ്ക്ക് പറഞ്ഞോ. ഏയ്, ഇതൊക്കെ നിനക്ക് തോന്നിയതാവും. അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലടാ. ഓഹോ, അവൾക്ക് നിന്നോട് അങ്ങനെയൊന്നുമില്ല, പക്ഷെ നിനക്ക് അവളോടുണ്ടല്ലേ? എന്ത് തേങ്ങാക്കൊല? മര്യാദയ്ക്ക് പറയണം പുല്ലേ. ശരി, നിനക്കിപ്പോൾ എന്തറിയണം? എനിക്ക് അഞ്ജലിനെ ഇഷ്ടമാണോ അല്ലയോ, അത്രയല്ലേ വേണ്ടൂ? നീ ഇപ്പം കാര്യം പറയാൻ നോക്ക്. നീ പറഞ്ഞത് ശരിയാ. അഞ്ജലി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഹാപ്പിനെസ് തരുന്നുണ്ട്.
എപ്പം മുതലാ ഞാൻ അവളെ ശ്രദ്ധിച്ചു തുടങ്ങിയെന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് വരെ ഞാൻ ആരിൽ നിന്നും കണ്ടിട്ടില്ലാത്ത ഒരു ഭംഗി എന്നെ കൂടുതൽ അവളിലേക്ക് ആകർഷിപ്പിക്കുന്ന പോലെ അവളുടെ കണ്ണും പിന്നെ വാതോരാതെയുള്ള സംസാരവും പുഞ്ചിരിയും അവളുടെ ചുണ്ടുകളും, എന്താ പറയുക, ഐ ആം ക്രേസി അബൌട്ട്. എനിക്കറിയില്ലടാ. എൻ്റെ പൊന്നോ, ഫിലോസഫി പറയാതെ നിനക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് പറയണം. നാശിപ്പിച്ച്. അതാടാ പൊട്ടാ ഞാൻ ഈ പറഞ്ഞു വന്നേ. എനിക്ക് അഞ്ജലിനെ ഇഷ്ടമാണ് ഒരുപാട്. ശരിക്കും? സത്യമായിട്ടും? ആടാ, സത്യമായിട്ടും എനിക്കിഷ്ടവളെ. ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. എൻ്റെ പെങ്ങള് നിൻ്റെ കയ്യിൽ സുരക്ഷിതയായിരിക്കും, എനിക്കത് ഉറപ്പുണ്ട്. അതൊക്കെ, ബട്ട് അവൾക്കും എന്നെ ഇഷ്ടമാകണ്ടേടാ. ഡോൺ വെറി മാൻ, ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. അവൾക്ക് നിന്നെ പണ്ടേ ഇഷ്ടം. അവളുടെ ഡയറികളിൽ മുഴുവൻ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കുട്ടിക്കാലം മുതലുള്ള ഫോട്ടോസും പിന്നെ കുറേ ടോയ്സും ഒക്കെ അവൾ നീട്ടി സൂക്ഷിക്കുന്ന പോലെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവൾ എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ റൂമിൽ കയറാനും അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ. സോ മോം പെട്ടെന്ന് തന്നെ എൻ്റെ പെങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള വഴി നോക്ക്. റിയലി? ഇതൊക്കെ ശരിക്കും സത്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവൾക്ക് എന്നോട് ഇത്ര ഇഷ്ടമുണ്ടായിരുന്നോ? ഓ മൈ ഗാഡ്. എന്തായാലും പ്രപ്പോസ് ചെയ്യുന്നത് ഇപ്പോഴല്ല. നമ്മൾ കമ്പനിയിലൊക്കെ പോയി 1 ഇയർ കഴിഞ്ഞ് ഒന്ന് സെറ്റിലായതിനു ശേഷം അവളെ സംരക്ഷിക്കാൻ പൂർണ്ണമായിട്ടും ഞാൻ യോഗ്യനായി എന്ന് ബോധ്യമായതിനു ശേഷം മാത്രം ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യും. ഓക്കെ, ഡൺ. ഇത്രയും കാലം നിനക്ക് വേണ്ടി അവൾ കാത്തിരുന്നില്ലേ? ഇനി 1 വർഷം കൂടെ അതവൾ കാത്തിരുന്നോളും, അതെനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ സംസാരിച്ച കാര്യം അത് നമ്മളിൽ തന്നെ ഒതുങ്ങട്ടെ. വേറെ ആരും അറിയാൻ നിൽക്കണ്ട. ശരി, ഓക്കെ. മക്കളെ സൂക്ഷിച്ചു പോണേ. എത്തിയ ഉടനെ നിങ്ങൾ വിളിക്കണം കേട്ടോ. ആമാ, എൻ്റെ ജാനക്കുട്ടി വിഷമിക്കരുത് കേട്ടോ. ഒന്ന് പോടാ. ദിയ, എടോ, താൻ വിഷമിക്കരുത്. ഞാൻ തന്നെ വിളിച്ചോളാം. അമ്മയും അച്ഛനും നിൻ്റെ കൂടെ തന്നെ കാണും. എന്താവശ്യമുണ്ടെങ്കിലും നീ അവരോട് പറയാൻ മടിക്കരുത്. ലവ് യു ആൻഡ് മിസ് യു സോ മച്ച്. മിസ് യു ടു ജീവ. ലവ് യു സോ മച്ച്. താൻ ഇങ്ങനെ കരയല്ലേ? താൻ കരയുന്ന കാണുമ്പോൾ എനിക്കും കൂടെ വിഷമാവുക. പറ്റണില്ല ദേവേട്ട, എനിക്ക് ചങ്ക് പൊട്ടുന്ന പോലെ തോന്നുക. താനിങ്ങനെ കരയല്ലേ? ഞാൻ പോകുന്നതിന് മുമ്പ് താനോട് എനിക്ക് പറഞ്ഞേൽപ്പിക്കാൻ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? ഏറിയാൽ 1 വർഷം, അത് കഴിഞ്ഞ് ഞാൻ വരും. അപ്പോൾ നീ തയ്യാറായിരിക്കണം. മംഗലത്ത് മനയിലെ ജാനകിയുടെയും നന്ദൻ്റെയും മകൻ ദേവയുടെ വരണമാല്യത്തിന് അർഹയാകാൻ. എന്താ എന്താ പറഞ്ഞേ? എടി പൊട്ടിപ്പെണ്ണെ, എനിക്ക് വേണ്ടി 1 വർഷം നീ കാത്തിരിക്കണമെന്ന്. ഈ പുരാണ കഥകളിലൊക്കെ പറയുന്ന പോലെ വ്രതം അനുഷ്ഠിച്ച് ഭർത്താവിൻ്റെ വരവും കാത്തിരിക്കുന്ന ഒരു ഉത്തമയായ ഭാര്യയെ പോലെ നീയും എനിക്ക് വേണ്ടി കാത്തിരിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ ഈശ്വര, ഞാൻ ഈ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ സത്യം തന്നെയാണോ? സത്യം തന്നെയാടോ, അതിലൊരു കൺഫ്യൂഷനും വേണ്ട. ശരിക്കും? എന്നാ ഞാൻ കാത്തിരിക്കും. അടങ്ങാനാകാത്ത എൻ്റെ സ്നേഹം നിന്റെ സിരകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ ദിവസത്തിനായി, നിന്റെ വരവും കാത്ത് നിറഞ്ഞ സ്നേഹത്തോടെ നിന്റെ മാത്രം വരണമാല്യത്തിനായി അഞ്ജലി കാത്തിരിക്കും. ദേവാ, ഫ്ലൈറ്റിന് ടൈമായി, നമുക്ക് പോകാം, വാ. ആടാ, ഇതാ വരുന്നു. അഞ്ജു, ശരി, ബൈ. ഞാൻ വിളിക്കാം. ആൻഡ് ഐ മിസ് യു. ശരി ദേവേട്ട, മിസ് യു ടു. മഞ്ഞേറും വെണ്ണോരം മഴമായും പോലെ കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും
മിഴികൾ